സാക്ഷി മോള് നേരത്തെ കിച്ചണിൽ കയറിയോ? എന്താ അമ്മയെ വിളിക്കാത്തെ? ഇല്ല, കുറച്ച് ടൈം ആയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് എണീക്കുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ അമ്മ ഉറങ്ങട്ടെ എന്ന് കരുതി. നിനക്ക് ഋതികയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ ഇതുപോലൊരു കുഞ്ഞ്? ഏ കുഞ്ഞോ? ഞങ്ങൾക്കിടയിൽ അങ്ങനൊരു കുഞ്ഞ് വന്ന ആ കുഞ്ഞായിരിക്കും ഏറ്റവും ഭാഗ്യം കിട്ടത്. എന്താ ഒരുപാട് ചിന്തിക്കുന്നുണ്ടല്ലോ? ഞാൻ വെറുതെ ചോദിച്ചതാ. അല്ലെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടികളൊന്നും വേണമെന്നൊന്നും ഇല്ലയെന്നറിയാം. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ മതി മക്കളെ. ഞങ്ങൾക്ക് ഇവിടെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും എപ്പോൾ തോന്നുന്നു അപ്പം മതി. എന്താ രാവിലെ അമ്മായിയമ്മയും മരുമോളും എന്താ നിങ്ങളുടെ ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം? ആ, നീ നേരത്തെ എണീറ്റോ? അല്ല, ഞങ്ങളിങ്ങനെ വെറുതെ കാശിക്ക് കുട്ടി ഉണ്ടാവാൻ പോവല്ലേ, അപ്പോൾ നിന്റെ കുട്ടിയുടെ കാര്യം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴാണോ താല്പര്യം അപ്പം മതിയെന്ന് ഞാൻ മോളോട് പറയുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ കാണാൻ അമ്മയ്ക്ക് വല്ലാതെ ആഗ്രഹമുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞോ, ഞാനങ്ങ് നിറവേറ്റി തരാം. അല്ലേ സാക്ഷി? അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെങ്കിൽ പിന്നെ നമ്മളിട്ട് എന്തിനാ അതങ്ങ് മാറ്റി വയ്ക്കുന്നത്? അപ്പം നിനക്ക് കുഞ്ഞുങ്ങളോട് വിരോധമൊന്നുമില്ല. ഞാൻ കരുതി ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടേ നീ കുഞ്ഞിനെ പറ്റി ചിന്തിക്കുമെന്ന്. എന്തായാലും നന്നായി. നിങ്ങളുടെ ഇഷ്ടം എപ്പോഴാ അപ്പം മതി മക്കളെ. അമ്മ, ഞാൻ ഈ പാല് ഋതികേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. ശരി. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് നാണം വന്നും തോന്നുന്നു. അതാ പതുക്കെ എസ്കേപ്പ് ആയത്. അല്ല ഋഷി, നീ എന്താ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? സാധാരണ മൊത്തത്തിൽ റെഡി ആയിട്ടല്ലേ താഴോട്ട് വരിക? ആ ഏട്ടാ, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വരുന്നില്ല. നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ നടക്കുമല്ലേ, അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ളും ഇവിടെ ഉണ്ടാവും. സാധാരണ ഫംഗ്ഷൻ നടന്ന് പകുതിയായപ്പോലും എത്താത്തവനാ ഇന്ന് ഫുള്ളും ഇവിടെ ഉണ്ടെന്നോ? എന്തു പറ്റി? ആ എന്നാൽ ശരി, എന്നാൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാം. ഈവനിങ് കാണാം. ശരി ഏട്ടാ, ഈവനിങ് കാണാം. സാക്ഷി, നീ ഈ പാലോട്ട് ഇങ്ങോട്ട് വന്നോ? ഞാൻ താഴെ ഇറങ്ങി വരില്ലായിരുന്നു. എന്തിനാ നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞ, 3 മാസത്തേക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കണമെന്നല്ലേ? ഈ പടിയേറി ഇറങ്ങുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങ് കൊണ്ടുവന്നേ. സാക്ഷി, താങ്ക് യു ഡി. വരവ് വെച്ചിരിക്കുന്നു. വേഗം പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഈ പാലങ്ങ് കുടിക്കുക. ചൂട് പോണ്ട. സാക്ഷി, നീ ഇങ്ങനെ കെയർ ചെയ്യുമ്പോൾ നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോടി? ആ, വലിയ ബുദ്ധിമുട്ടാണ്. വേഗം റെഡി ആയിട്ട് വന്ന് ഈ പാല് കുടിക്കുക. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിരിച്ചു വരും. മനസ്സിലായോ? എനിക്കിതെന്തോ പറ്റി, കുളിച്ചിട്ടും ഒരു ഉഷാർ വരുന്നില്ല. മനസ്സൊക്കെ ആകെ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്ന പോലെ. എന്തായിരിക്കും? ആഹാ, തമ്പുരാട്ടി നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഫംഗ്ഷന് റെഡിയാവുമായിരിക്കും. ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ ടൈമിൽ കുളിക്കാറ്. ഇന്നത്തെ കുളി സ്പെഷ്യലായിരിക്കും. ഈവനിങ് ഫംഗ്ഷൻ അല്ലേ, പലരെയും കാണാമല്ലോ. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാൻ ഞാൻ. ഈവനിങ് ഫംഗ്ഷൻ ഒന്ന് തുടങ്ങട്ടെ. എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ നീ ഇത്ര ചിന്തിക്കുന്ന? എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ കൂടെ ഈവനിങ് ഫംഗ്ഷൻ വഴി അങ്ങോട്ട് ഓടിപ്പോവാന്നാണോ വിചാരിക്കുന്നത്? ഋഷി, നീ എന്തൊക്കെയാ പറയുന്നത്? ആരോട് ഓടിപ്പോകുന്ന കാര്യമാണ് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയല്ലേ? അതേടി, ഞാൻ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയും. അതൊക്കെ നീ കേട്ടേ പറ്റൂ. നിന്നെക്കൊണ്ട് കേൾപ്പിക്കും ഞാൻ. ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട്? നീ ഒന്നും ചെയ്തിട്ടില്ല. നിന്നെ കണ്ടതിന് എനിക്ക് വലിയ നാശം. പിന്നെന്തിനാ എന്നിങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന? ആ നാശത്തിനെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? എന്നെ അവർ ഡിവോഴ്സ് ചെയ്ത് വിട്ടൂടെ നിനക്ക്? നിന്നെ ഞാൻ അങ്ങനെ വിടുവോ? ഋഷി, എന്റെ കൈവിട്. ഡിവോഴ്സോ? അങ്ങനെ ഒരു സ്വപ്നം നീ മനസ്സിൽ പോലും കരുതണ്ട, മനസ്സിലായോ? ഋഷി, മാറെന്റെ ദേഹത്ത് നിന്ന്. ഋഷി, മാറാൻ. സാക്ഷി, നിന്നെ സ്നേഹിക്കാനും വെറുക്കാനും നശിപ്പിക്കാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അതിന് വേറൊരു അവകാശമില്ല, മനസ്സിലായോ? ഋഷി, പ്ലീസ് എന്നെ വെറുതെ വിട്. എന്നെ എന്തിനാ ഇങ്ങനെയിട്ട് ദ്രോഹിക്കുന്ന? നിന്നെ ഞാൻ എങ്ങും വിടില്ല. ലൈഫ് ലോങ് നീ എൻ്റെ മുന്നിൽ വേണം. ഇതാ ഇങ്ങനെ, മനസ്സിലായോ? നിന്നെ കൊല്ലാനും വളർത്താനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ, മനസ്സിലായോ? ഋഷി, എന്റെ കഴുത്ത് നോവുന്നു. വിട്. ഇന്ന് ഈവനിങ് ഫംഗ്ഷന് ശ്രീജിത്ത് വരും. അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല, മനസ്സിലായോ? ശ്രീ
അവൻ്റെ പേരോ അവനെയോ നോക്കാനോ ഉച്ചരിക്കാനോ പാടില്ല, മനസ്സിലായോ? മാറി നിൽക്ക്. ഞാൻ ആരെയും കാണില്ല. ഞാൻ അവരോട് സംസാരിക്കാനും പോകുന്നില്ല. പോരെ, ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? എന്നാൽ നിനക്കോളാം. അവനോടെങ്ങാനും നീ സംസാരിച്ചത് ഞാൻ കണ്ട, പിന്നെ ഇന്ന് രാത്രി എന്ത് നടക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല, മനസ്സിലായോ? എന്നിങ്ങനെ നോക്കാതെ ഇപ്പോൾ റെഡിയാവ്. ഈവനിങ് ഫങ്ഷൻ ഉള്ളതല്ലേ. ഈശ്വര, ഇന്ന് ശ്രീ വരുമോ ഇവിടെ? ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ കുഞ്ഞു ഫംഗ്ഷനിൽ നിങ്ങളൊക്കെ വന്നതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ എന്തിനാണ് ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ രണ്ട് നല്ല വലിയ സന്തോഷമുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ പോകുന്നത്. ഒന്ന്, എൻ്റെ ഇളയ മകൻ ഋഷികേഷ്, അവൻ്റെ കല്യാണം കഴിഞ്ഞു. ആരെയും വിളിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഈ ഒരു ചെറിയ ഫംഗ്ഷനിലൂടെ നിങ്ങളെ ഞാനത് അറിയിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മരുമകളെ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സെക്കൻഡ് ഡോക്ടറിലൂടെ പേര് സാക്ഷി എന്നാണ്. ഈ ഒരു അവസരത്തിൽ അതുകൂടി ഞാൻ നിങ്ങളടുത്ത് പറയുന്നുണ്ട്. ഋഷി, വിട്. എന്താ ഇത്? അടങ്ങി നിൽക്കടി. ഇനി രണ്ടാമത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകൻ അച്ഛനാവാൻ പോവുകയാണ്. ബൈ ദ വേ, ഞാനൊരു മുത്തശ്ശനാവാൻ പോവുകയാണ്. എന്താടി നിന്റെ മുഖത്തൊരു കള്ളച്ചിരി? വെറുതെ ഇരിക്കും മനുഷ്യ. അപ്പോൾ ഈ രണ്ട് ഹാപ്പിനെസ് എനിക്ക് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി എല്ലാവരും എൻജോയ് ചെയ്യുക. ആഹാ, താരം എത്തിയല്ലോ. ഋഷി, എന്നെ എന്തിനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വിട്. പിടിച്ചല്ലേ പറ്റൂ, നിന്റെ മറ്റവൻ വന്നിട്ടുണ്ട്. ശ്രീ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലോർത്താൽ നിനക്ക് നല്ലത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ പുതിയ ഡോക്ടറല്ലേ? അവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവരെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താടി ഭാര്യയെ, അവനെ കണ്ടപ്പോൾ നിന്റെ കണ്ണൊക്കെ വല്ലാണ്ട് നിറഞ്ഞൊഴുകുന്നല്ലോ. എൻ്റെ കണ്ണൊന്നും നിറഞ്ഞൊഴുകിയില്ല. എനിക്കൊരു കുഴപ്പമില്ല. എന്താ അവനോടൊപ്പം പോവാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഋഷി, എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്ന. വേണ്ടാ, നിൽക്ക്. ഹായ്, നൈസ് ടു മീറ്റ് യു. ഞാൻ കശ്യപ്, ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടിയാണ്. ഇന്നലെ ജോയിൻ ചെയ്ത പുതിയ ഡോക്ടറല്ലേ? ഹലോ, എനിക്കറിയാം, ഋഷിയുടെ സഹോദരനല്ലേ? എൻ്റെ പേര് ശ്രീജിത്ത്. കാശി, ഒന്നിങ്ങ വാ. നമ്മുടെ ഋഷിയെ കൂടെ വിളിച്ചോ. ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞില്ലേ? സോറി ശ്രീജിത്ത്, ഞാൻ അച്ഛൻ വിളിക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇറ്റ്സ് ഓക്കെ, യു ക്യാരി ഓൺ. ഋഷി, ഞാൻ നിൻ്റെ അടുത്തല്ലേ നിൽക്കുന്ന. എന്നെ എന്തിനിങ്ങനെ ചേർത്ത് പിടിച്ച് വച്ചേക്കുന്ന? എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്ന. നിന്നെ ഞാനിന്ന് വിടലടി. അവൻ കാണട്ടെ. നീ എൻ്റെ അടുത്ത് നിൽക്കും തോറും അവൻ്റെ ചങ്ക് പെടയണം. അതെനിക്ക് കാണണം. അത് ശരി, നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കുവാണോ? ഞാൻ ഇവിടെ മൊത്തം അന്വേഷിച്ചു. അച്ഛൻ നിന്നെ വിളിക്കുക, ഒരാളെ പരിചയപ്പെടുത്തരാമെന്ന്. വേഗം വാ, ഇപ്പം വിടാം. ഞാൻ വരാം. ഏട്ടൻ പൊക്കോ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. എൻ്റെ പൊന്ന് ഋഷി, ഇവളാരും തട്ടിക്കൊണ്ട് പോകില്ല. എന്തിനാ നീ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന? അവളെ ഒന്ന് വിടറ. അവൾ പാർട്ടി എൻജോയ് ചെയ്യട്ടെ. നീ വേഗം വാ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരും. ശരി, ഞാൻ വരാം. എന്നാ നടക്ക്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അവൻ്റെ അടുത്ത് മിണ്ടിയ ഞാനെങ്ങാനും നീ അവനോട് മിണ്ടുന്നതോ സംസാരിക്കുന്നതോ നോക്കുന്നതോ കണ്ടോ, പിന്നെ നിനക്ക് ഋഷിയുടെ വേറൊരു മുഖമായിരിക്കും കാണാൻ പറ്റുന്ന. മനസ്സിലായല്ലോ? എങ്ങനെയെങ്കിലും സാക്ഷിയോട് സംസാരിക്കണം. അവൾ ഓക്കെ ആണോന്ന് അറിയണം. എങ്ങനെയാ ഇപ്പോൾ?
ഋതികേച്ചി ഫുഡൊക്കെ കഴിച്ചോ? ആ സാക്ഷി, ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചതേ ഉള്ളൂ. അല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന പയ്യേ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറേ നേരമായില്ലേ ഈ പാട്ടൊക്കെ കേട്ടിട്ട്. തല ഒരു ചെറിയൊരു വേദന പോലെ. എക്സ്ക്യൂസ് മീ സാക്ഷി. ഈശ്വര, ശ്രീയാണല്ലോ. സാക്ഷി, നിനക്ക് സുഖമാണോ? ഇതാരാ? സാക്ഷിക്ക് അറിയോ ഇയാളെ? ഋതികേച്ചി, ഇത് ശ്രീജിത്ത്, എൻ്റെ കൂടെ പഠിച്ചതാ. ക്ലാസ്മേറ്റ് ആണല്ലേ? ഓക്കെ, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ അന്ന് അകത്ത് പോയിട്ട് വരാം. സാക്ഷി, നീ ഓക്കെ ആണോ? ഇതെന്ത് കോലവാടി? ശ്രീ, നീ ഇവിടുന്ന് പൊക്കോ. ഇവിടെ നിന്ന് ശരിയാവില്ല. ഋഷി കണ്ട പിന്നെ അത് മതി, പ്ലീസ്. ഞാൻ പോവാം. നീ ഓക്കെ ആണെന്ന് പറ. നീ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ. എന്തിനാ ഇവിടെ ഇങ്ങനെയൊക്കെ? ഇല്ല ശ്രീ, ഇനിയും ഞാൻ നിൻ്റെ കൂടെ വന്ന് അവനെ വേദനിപ്പിക്കില്ല. ഒരിക്കൽ ഞാൻ ചെയ്തത് തന്നെ വേണ്ട. നീ ഇവിടുന്ന് പൊക്കോ, അതാ നല്ലത്. സാക്ഷി, അതുകൊണ്ട് നിനക്കെന്താ ലാഭം? വീണ്ടും നിൻ്റെ ഈ ജീവിതം ഇങ്ങനെ തീർക്കാനാണോ? ഋഷി, ഞാൻ പറയുന്ന വല്ലോ നീ കേൾക്കുന്നുണ്ടോ? ആ അച്ഛൻ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പം ഫുൾ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എനിക്കറിയാം നിനക്ക് എൻ്റെ അടുത്തുള്ള കരുതലൊക്കെ, പക്ഷെ വേണ്ട ശ്രീ. എന്ന് കരുതി ഞാൻ നിന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകണോ? ശരി, ഞാൻ പോവാം. എൻ്റെ പഴയ നമ്പർ നീ വിളിക്കോ? ഞാൻ വിളിച്ചാൽ മതിയോ ആ നമ്പറിൽ? ഈശ്വര, ഋഷി. ഞാൻ വിളിച്ചാൽ മതിയോന്ന് ആ നമ്പറിൽ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. ഋഷി, നീ കരുതുന്ന പോലെയല്ല. എനിക്ക് നിന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. എന്താ ഇനി രണ്ടാളും കൂടെ ചേർന്ന് പുതിയൊരു സ്റ്റോറി കണ്ടെത്തി അതെൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വീണ്ടും പൊട്ടനാക്കാനാണോ? ഋഷി, ഒച്ച കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്ന. എന്തിനാ ഇവിടെ ഒരു ഇഷ്യൂ? ശ്രീ, നീ എങ്കിലും ഞാൻ പറയുന്നേക്ക് പ്ലീസ്. ഇവിടെ നിന്ന് പോ. ശരി, ഞാൻ പോവാം. പക്ഷേ എൻ്റെ പേരിൽ നീ ഇവളെ ഉപദ്രവിക്കരുത് പ്ലീസ്. അത് പറയാൻ നീ ആരടാ? ഇവളെ എൻ്റെ ഭാര്യയെ. ഇവളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അതിൽ നീ ഇടപെടണ്ട, മനസ്സിലായോ? ഋഷി, ഇങ്ങനെ ഒച്ച സംസാരിക്കല്ലേ. അച്ഛനൊക്കെ നമ്മളെ ശ്രദ്ധിക്കും. ശ്രീ, അതിവിടുന്ന് പോ പ്ലീസ്. നിനക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പോവാം. പക്ഷേ നിൻ്റെ ഒരു വിളിക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നിനക്കവിടെ പറ്റുന്നില്ലെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കാം. എന്താ അവൻ പോവാ? അവൻ്റെ കൂടെ പോകാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ ചെല്ല്. ഋഷി, ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി. ഈ നരകത്തിൽ നിന്ന് അവൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. അറിയാലോ നിനക്ക്. എന്നാ അതെനിക്കൊന്ന് കാണണം. എൻ്റെ കൈ. ഋഷി, കൈവിട്, വേദനിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അവനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ തന്നെ നീ അങ്ങ് മാറിയല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന്. അതിന് നിനക്കുള്ള പണിഷ്മെൻറ്റ് ഞാൻ തരും. നടക്ക്, നമുക്ക് റൂമിലോട്ട് പോവാം. ഋഷി, ഞാനല്ല പോയി സംസാരിച്ചതും കണ്ടതും ഒക്കെ. ഐ ഡോണ്ട് കെയർ. നീ ഇവിടുന്ന് റൂമിലോട്ട് പോകുന്നോ അതോ വലിച്ചിടിച്ച് ഞാൻ കൊണ്ടുപോകുന്നോ? നിനക്ക് തീരുമാനിക്കാം. റൂമിലോട്ട്. ഋഷി, ഞാൻ പറയുന്ന കേൾക്ക്. ഇപ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നീ റൂമിലോട്ട് നടന്നില്ലെങ്കിൽ എല്ലാവരും നമ്മളെ നോക്കും. ഞാൻ വരാം, പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടൂടെ? നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട, നീ നടക്ക്. എല്ലാം റൂമിൽ പോയിട്ട് സംസാരിക്കാം. അല്ല ഋഷി, നിങ്ങളിതെങ്ങോട്ടാണ് പോകുന്നത്? എന്തു പറ്റി? അതേട്ടാ, സാക്ഷിക്കൊരു തലവേദന. റൂമിൽ പോയി റെസ്റ്റ് എടുത്താൽ മാറും. ഞാൻ അവളെ ഒന്ന് റൂമിലോട്ട് കൊണ്ടുപോട്ടെ. അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞേക്ക്. തലവേദനയാണോ? സാക്ഷി, ടാബ്ലറ്റ്സ് എന്തെങ്കിലും വേണോ? നല്ല തലവേദനയുണ്ടോ? അത് കാശേട്ടാ, തലവേദന. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അവളൊന്ന് റെസ്റ്റ് എടുത്താൽ മാറും. അത്രയേ ഉള്ളൂ. ടാബ്ലറ്റ് ഒന്നും വേണ്ട. സാക്ഷി റൂമിലോട്ട് നടക്ക്. ആ ഓക്കെ. ഋഷി, ഞാനല്ല ശ്രീയോട് സംസാരിച്ച. അവന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അന്നുണ്ടായ ഇഷ്യൂസൊക്കെ നമുക്ക്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന്. എൻ്റെ വാക്കിനൊരു വിലയില്ല അല്ലേ?